ഹായ് ഗായ്സ്. അപ്പോൾ ഇതാ നമുക്കിന്ന് കുറച്ച് കോളേജ് വിശേഷങ്ങളായാലോ. അപ്പോൾ രാവിലെ തന്നെ കോളേജിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് അവർ ക്ലാസ്സിലായിരുന്നു, സെക്കൻഡ് അവർ തൊട്ടായിരുന്നു കേട്ടോ ക്ലാസ്സും. ഫസ്റ്റ് അവർ ക്ലാസ്സില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത പേർ പെട്ടെന്ന് സാറ് കയറി പഠിപ്പിക്കാനും ഒരുങ്ങി. കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പ്രോബ്ലം ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. കുറച്ച് നേരം ഞങ്ങൾക്ക് ഇതാ ഇങ്ങനെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ മൃദുല ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ നടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇതാ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കാൻ ഇറങ്ങിയതാണേ. അപ്പോൾ ആ കാണുന്നതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു എല്ലാവരും. ഞാൻ ഇലയിലാണ് കേട്ടോ കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ക്ലാസ്സില്ല, അതിൻ്റെ ഒരു സന്തോഷവും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചേർന്നിരുന്ന് വർത്താനം പറയണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കഥ കാണും എന്തെങ്കിലും പറ്റി പറയാൻ. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് അടുത്താക്കും ഇതുപോലെ സെയിം രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഥ പറയും. അങ്ങനെയൊക്കെ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇവർക്ക് നാളെ പരീക്ഷയാണ്, അവൾ അതിൻ്റെ ഇടയിൽ വന്നിരുന്നാണ് പഠിക്കുന്നത്. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു, പക്ഷേ സമയം പോയത് അറിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പം മൃദുല ഇന്ന് ഞങ്ങളൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും കൊണ്ട് ഞങ്ങൾ നടക്കണം കേട്ടോ. സാധാരണ അവൾ കോളേജിൻ്റെ അവിടെ നിന്ന് കയറാറ്. അപ്പോൾ അതാ റോഡിലൂടെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാൻ. ഏകദേശം ഞങ്ങൾ വാളിക്കോട് നിന്ന് ബസ് കയറാറ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയി എക്സസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ.